ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സ് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നല്ല സോഫ്റ്റ്, നല്ല വീർത്ത് ബലൂൺ പോലെ ഇരിക്കുന്ന ചപ്പാത്തി, ഇതുപോലെയുള്ള ചപ്പാത്തി നല്ല സോഫ്റ്റ് ആവാനും ഫ്ലഫി ആയിട്ട് വരാനായിട്ടുള്ള ടിപ്പാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഈ ടിപ്പ് നിങ്ങൾ കാണുമ്പോൾ അയ്യോ ഇതാണോ ചേർക്കാൻ പോണതെന്ന് വിചാരിക്കരുത്. കാരണം നമ്മളിവിടെ ചപ്പാത്തി സോഫ്റ്റ് ആവാൻ വേണ്ടി ചേർക്കുന്ന ഐറ്റം നമ്മുടെ പാലാണ്. നമ്മളിവിടെ ലോ ഫാറ്റ് മിൽക്ക് വാങ്ങണ കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ അത് ചേർക്കുന്നത്. നോർമൽ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ നമുക്ക് ചേർക്കാം. അതൊരു 1/4 കപ്പ്. ഇപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് മിൽക്കും ബാക്കി 3/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാനിവിടെ ചപ്പാത്തി കുഴയ്ക്കുന്നത്. പാല് ചേർത്ത് ചപ്പാത്തിയും അതുപോലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, നല്ലോണം നമുക്ക് സോഫ്റ്റായി കിട്ടും. അത് ഉണ്ടാക്കി നോക്കാത്തവർ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. നമ്മളിപ്പോൾ ഹെൽത്തി അല്ല അങ്ങനത്തെ ഒരു തോട്ടൊന്നും വേണ്ട. കാരണം പാലൊഴിച്ച് ചായ കുടിക്കാന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് പാൽ ഇതിൽ ചേർക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടോ പ്രോബ്ലംസോ ഒന്നും വരാനില്ല. പിന്നെ നമ്മൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് പാലും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതുപോലെ നല്ലോണം സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. നമ്മുടെ പാലിൽ തന്നെ ഒരു നെയ്യുടെ അംശമുണ്ട്. അപ്പോൾ പിന്നെ ഡയറക്റ്റ് നമ്മൾ അടുപ്പിൻ്റെ മേലെ വെച്ച് ഫുൽക്ക പോലെ ഒന്നും ചെയ്യേണ്ട. നമ്മുടെ ഈ പാനിൽ വെച്ച് ഇതുപോലെ ഒന്ന് തിരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബോൾ പോലെ തന്നെ നമുക്ക് വീർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും. പിന്നെ നെയ്യ് നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നെയ്യൊന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുത്തേ മതി. അപ്പോൾ അത് നമുക്ക് മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതുപോലെ നെയ്യൊക്കെ പുരട്ടി കൊടുക്കാം. ഇത് രാവിലെ ഉണ്ടാക്കി വെച്ചാൽ പോലും വൈകുന്നേരം ആകുമ്പോഴേക്കും അതിൻ്റെ സോഫ്റ്റ്നെസ് ഒന്നും നഷ്ടപ്പെടില്ല. അപ്പോൾ എന്തായാലും ടിപ്പ് ചെയ്ത് നോക്കട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് തണുത്ത പാലിനെയാണ് ഞാൻ ചേർത്തേക്കുന്നത്. അത് ചൂടാക്കിയിട്ടോ അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ. ഈ ഒരു ടിപ്പ് ഞാൻ മുൻപ് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ കണ്ടു നോക്കിക്കോ. നമ്മൾ കുക്കറിൽ നിന്ന് വിസിലടിക്കുമ്പോൾ നമ്മുടെ പരിപ്പോ പയറൊക്കെ വേവിക്കുമ്പോൾ വിസിൽ അടിച്ച് വരുമ്പോൾ വെള്ളം പുറത്തേക്ക് തൂവി വരുന്ന പ്രശ്നം ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ഡിസ്പോസിബിൾ കപ്പിൻ്റെ അടിഭാഗം ഒന്ന് കീറി കൊടുത്തിട്ട് വിസിലിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, അപ്പോൾ വിസിലടിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോകില്ല. നമ്മുടെ കുക്കറും നാശാവില്ല, അതുപോലെ ഗ്യാസ് സ്റ്റോപ്പും നാശാവില്ല. പിന്നെ പല രീതിയിൽ നമ്മൾ കറിവേപ്പില കേടാവാതെ സൂക്ഷിച്ച് വെക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറിവേപ്പില കഴുകി ആ നനവോട് കൂടി തന്നെ എടുത്തു വയ്ക്കാൻ പോകണം. നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് എങ്ങനെ നമ്മൾ കഴുകണമെന്ന് വെച്ചാൽ അതുപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു നെറ്റിൻ്റെ ഇതിൽ വെള്ളം വാലാനായിട്ട് വെക്കുക. ഫുള്ളായിട്ട് വെള്ളം വാന്ന് പോകുന്ന അങ്ങനെ ഡ്രൈ ആയിക്കൊന്നും വേണ്ട. ആ ചെറിയൊരു നനവോട് കൂടി തന്നെ ഇതുപോലത്തെ ചില്ലുകുപ്പിയിലോ ഏത് പാത്രത്തിലാണോ സൂക്ഷിക്കണമെന്ന് വെച്ച് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഞാനൊരു ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ ഒന്ന് ലൈൻ ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. എന്നിട്ട് ഈ നനവോട് കൂടി തന്നെ വെച്ച് കൊടുത്ത് നോക്കി എത്ര കാലം വേണമെങ്കിലും ഈ കറിവേപ്പില 1-2 മാസം വരെ ഒട്ടും ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു ടിപ്പ് നിങ്ങൾ മിക്കവാറും കണ്ടിട്ടുണ്ടാവും പല ചാനലുകളിലും. ഞാൻ പക്ഷേ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഇൻട്രസ്റ്റ് ആയിട്ടാണ്. കാരണം നമ്മൾ മുരിങ്ങയില ഞാൻ സാധാരണ ഇങ്ങനെ ഓരോ അല്ലിയായിട്ട് വേർപ്പെടുത്തി അങ്ങനെയൊക്കെ ചെയ്യാറ്. പക്ഷേ ഇതെനിക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. കാരണം നമ്മുടെ പണി എളുപ്പമാണ്. ചില ടിപ്പുകൾ അങ്ങനെയാണ്, നമ്മൾ കണ്ടാലും നമ്മൾ ചെയ്ത് നോക്കൂല. നമ്മൾ ട്രഡീഷണലായിട്ട് ചെയ്ത് വന്ന രീതിയിൽ തന്നെ ചെയ്യുള്ളൂ. പക്ഷേ ഇത് നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം എത്ര പെട്ടെന്ന് നമ്മുടെ പണി കഴിയണമെന്നറിയോ. ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. നമ്മുടെ മക്കളെ കൊണ്ട് വേണമെങ്കിൽ നമുക്കിത് അവർ ഈസി ആയിട്ട് ചെയ്തു തന്നോളൂ. അടുത്ത നമ്മുടെ അടിപൊളി ടിപ്പ് എന്ന് പറയുന്നത് പുട്ട്. നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഈ ഐറ്റം നല്ല സോഫ്റ്റും നല്ല എന്താ പറയുക, നല്ല പഞ്ഞി പോലത്തെ പുട്ട് കിട്ടാനുള്ളൊരു സൂത്രപ്പണിയായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ചേർക്കണത് ഒരു ടീസ്പൂണോളം റവയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തേക്കണം, പുട്ടുപൊടിയാണ് എടുത്തേക്കണം. അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂണോളം റവയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് ചെയ്യണത്. പിന്നെ നമ്മളിവിടെ 1 ടീസ്പൂൺ മിൽക്ക് പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. അത് എന്താ പറയുക, സോഫ്റ്റ് ആവണേനല്ല, അത് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മുടെ പുട്ടുപൊടിക്ക് എന്തോരം ആവശ്യത്തിന് നമ്മുടെ ആ കവറിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ ആവശ്യത്തിന് വെള്ളം, അതുപോലെ അനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഡബിൾ ഹോൾസിൻ്റെ പുട്ടുപൊടിയാണ് സാധാരണ ഉപയോഗിക്കാറ്. ഡബിൾ ഹോൾസ് അല്ലെങ്കിൽ പൊൻകതിര്, ഇത് രണ്ടുമാണ് എനിക്ക് സക്സസ് ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഡബിൾ ഹോൾസിലായതുകൊണ്ട് ഞാനിപ്പോൾ 1 ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ 3/4 ഗ്ലാസും പിന്നെ ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർക്കാറുള്ളൂ. കറക്റ്റ് 1 ഗ്ലാസ് വെള്ളം തന്നെ ചേർക്കാറില്ല. എന്നിട്ട് പിന്നെ അതുപോലെ വെള്ളം ചേർത്ത് കുഴച്ചിട്ട് 1 ടീസ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നല്ലോണം അങ്ങനെ അമർത്തി വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പുട്ടുണ്ടാക്കാറുള്ളൂ. പിന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിവിടെ തേങ്ങ ചേർക്കുന്നില്ല. തേങ്ങ ചേർക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പല ഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾക്കും ഈ തേങ്ങ ഒരു പ്രശ്നമാകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ തേങ്ങ ഒഴിവാക്കി തുടങ്ങി. കണ്ടോ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് പുട്ടെടുത്ത് നോക്കിയേ കണ്ടോ, ആ പൊടിയുടെ ടെക്സ്ചർ കണ്ടോ, മഞ്ഞകട്ട പോലെയാണ് നമ്മുടെ പുട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ആവശ്യത്തിന് ക്യാരറ്റും പുട്ടും കൂടി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ പുട്ടുണ്ടാക്കുന്നത്, പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പുട്ട് കഴിക്കുമ്പോൾ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളോ അസിഡിറ്റി പ്രശ്നങ്ങളോ തോന്നുന്നവരാണെങ്കിൽ തേങ്ങ ഒഴിവാക്കുക.
തേങ്ങ ഒഴിവാക്കിയിട്ട് ഇതുപോലെ പച്ചക്കറിയോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ പുട്ടുണ്ടാക്കിയാലും യാതൊരു പ്രശ്നവുമില്ല. ഈ തേങ്ങ ചേർത്ത് പുട്ടുണ്ടാക്കുമ്പോൾ ചിലവർക്ക് പ്രശ്നങ്ങൾ അത് എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറ്റിക്കഴിഞ്ഞപ്പോൾ ആ ഒരു പുളിച്ച് തേട്ടി വരാം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മാറിക്കിട്ടി. അപ്പോൾ ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ പുട്ടിൻ്റെ കൂടെ പപ്പടവും അതുപോലെ പാളയംകുടം പഴമാണ്. ഈ ചെറുപഴം ഉപയോഗിക്കുന്ന സമയത്ത് പപ്പടം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മെയിൻ കാര്യം എന്ന് പറയുന്നത് 1 ടീസ്പൂൺ റവ ചേർക്കുക, അതുപോലെ വെള്ളം കൂടിപ്പോകരുത്, വെള്ളം ആവശ്യത്തിന് ചേർക്കുക. ഇത് രണ്ടുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ടിപ്പ് എനിക്ക് കിട്ടിയത് വാഗമണിൽ ഒരു റിസോർട്ടിൽ പോയപ്പോൾ അവിടുത്തെ ഷെഫാണ് കേട്ടോ ഈ റവയും അതുപോലെ പാൽപ്പൊടിയും അതുപോലെ വെള്ളം ആവശ്യത്തിന് ചേർക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞതിന് ശേഷം ഇതുപോലെയാണ് ഞാൻ ഉണ്ടാക്കാറ്. ഇനി എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഒരു ദിവസമെങ്കിലും നമുക്ക് ഇഡലിയും ദോശയും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ സ്ഥിരം ഉണ്ടാക്കുന്ന ഈ ഇഡലിയും ദോശയും നല്ല സോഫ്റ്റ് നല്ല പഞ്ഞി പോലത്തെ ഇഡലി കിട്ടാനുള്ളൊരു ടിപ്പാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ഇഡലിക്ക് അരച്ച് വയ്ക്കുമ്പോണ്ടല്ലോ, ഞാനിവിടെ ഉപ്പ് ചേർത്താണ് അരച്ച് വയ്ക്കാറ്. അപ്പോൾ ഒരു 1/4 മുതൽ 1 ടീസ്പൂൺ വരെ നിങ്ങൾ പഞ്ചസാരയും കൂടി ചേർത്തൊന്ന് അരച്ച് നോക്കട്ടോ. ഇതുപോലെ നല്ല സോഫ്റ്റ് നല്ല പഞ്ഞി പോലത്തെ ഇഡലി നമുക്ക് കിട്ടും. നമ്മൾ ഇഡലി ഉണ്ടാക്കുമ്പോൾ വല്ലാണ്ട് വീർത്ത് അങ്ങനെ പൊന്തി വരണം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, നല്ല പതുപതുന്നിരിക്കണം പഞ്ഞി പോലത്തെ ഇഡലി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അതിങ്ങനെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഒരു 1/4 മുതൽ 1 ടീസ്പൂൺ വരെ പഞ്ചസാര. അതേപോലെ നമ്മുടെ അപ്പവും ഇഡലിയും ഈ ദോശമാവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കി വരണത് ഇതുപോലെ ഒരു തവി മാവ് ഇതുപോലെ മാറ്റി വയ്ക്കുക. അപ്പം നെക്സ്റ്റ് ടൈം അപ്പം ഉണ്ടാക്കുമ്പോൾ ഈ തവി മാവ് ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുക. ഈസ്റ്റ് ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മൾ ദോശമാവ് എന്തിനാ മാറ്റി വെക്കണമെന്ന് വെച്ചാൽ നമ്മുടെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ അപ്പോൾ ഒരു തവി ദോശമാവും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ പഴംപൊരി ഉണ്ടാക്കി അത് നല്ല സോഫ്റ്റ് നല്ല ക്രിസ്പി ആയിരിക്കും, നല്ലോണം ഫ്ലഫി ആയിട്ട് വരും ചെയ്യും നമ്മുടെ പഴംപൊരി. അതുപോലെ അപ്പത്തിൻ്റെ മാവ് ഇതുപോലെ നമ്മൾ മറക്കാതെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് അപ്പമായിരിക്കും. അതുപോലെ തന്നെ ഈസ്റ്റ് ചേർക്കേണ്ട ആവശ്യവും വരില്ല. പ്രത്യേകിച്ച് നമ്മൾ വട്ടയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ടിപ്പ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. ദോശയും ഇഡലിയൊന്നും ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ പുളിമാവ് വെച്ചിട്ട് ഉണ്ടാക്കാറില്ല കേട്ടോ, കാരണം പിറ്റേ ദിവസത്തേക്ക് നമ്മൾക്ക് ഭയങ്കരമായിട്ട് പുളി കൂടിപ്പോവും. അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ടിപ്പ് നിങ്ങൾ സ്ഥിരം ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ഒരു അടിപൊളി ടിപ്പൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും ബൈ.